മദീനയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ ഇന്ന് സൗദിയിലെത്തുമെന്ന് വിവരം ലഭിക്കുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരൂർക്കാട് നിന്ന്, മലപ്പുറത്തെ തിരൂർക്കാടാണ്, അവിടെ നിന്ന് ഗൂഗിൾ കെ വേണുഗോപാൽ തത്സമയം ചേരുകയാണ്. ഗൂഗിൾ, അവരുടെ യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ? SKN അവർ അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് പുറപ്പെട്ടു. വൈകിട്ട് 4 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അബ്ദുൽ ജലീലിന്റെ 3 മക്കളും 2 സഹോദരിമാരും അളിയനും ഉൾപ്പെടെയുള്ള 7 അംഗ സംഘമാണ് പുറപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം നടന്നത്. അബ്ദുൽ ജലീൽ, അദ്ദേഹത്തിന്റെ ഭാര്യ, ഉമ്മ, മക്കളിൽ ഒരാള്, അങ്ങനെ 4 പേർ മരണപ്പെട്ടു. 3 കുട്ടികൾ ഇപ്പോഴും അവിടെയുള്ള 2 ആശുപത്രികളിലായി ചികിത്സയിലാണ്. ഇപ്പോൾ അവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അബ്ദുൽ ജലീലിന്റെ ഈ വീട്ടിൽ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. അബ്ദുൽ ജലീൽ ഏറെ നാളായി പ്രവാസിയായിരുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോൾ 10-25 വർഷമായിട്ട് പ്രവാസിയാണ് ജീവിതം. ചെറുപ്പത്തിൽ നല്ല ആക്റ്റീവായിരുന്നു. എൻ്റെ കസിൻ ബ്രദറാണ്. ഓരോ ബിസിനസ്സായിട്ട് ചെറിയ ബിസിനസ് കൊണ്ട് പോയതാണ്. പിന്നെ ഇപ്പോൾ വീണ്ടും ഒരു ലൈറ്റിൻ്റെ ഒക്കെ പരിപാടിയായിട്ട് ചൈനയിൽ പോയിട്ട് അവിടെ സാധനം കൊടുത്തിട്ട് പർച്ചേസിങ്ങും 1-2 കടകളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണ്. ഇപ്പം ഈ മക്കള് 3 മക്കൾ അവരുടെ കൂടി ഉണ്ടായിരുന്നു. ഇപ്പം 3 പേര് ഇപ്പോൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. നേരത്തെ തന്നെ അവരവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ? മക്കളൊക്കെ നേരത്തെ എവിടെയായിരുന്നു കുട്ടികൾ? ഇല്ല, ആദ്യം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവരിപ്പോൾ ഇവിടെ നാട്ടിൽ തന്നെ ഷിഫ്റ്റായി. ഇപ്പോൾ ഒരു 2 മാസമായിട്ട് പോയതാണ്. പോയിട്ട് പിന്നെ ഇപ്പോൾ ഉമ്മാനെപ്പോൾ കൊണ്ടുപോയത്. അപ്പോൾ ഒരു മാസമായിട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. അങ്ങനെ. അപകടത്തിന്റെ വിവരങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? എങ്ങനെയാണ് അപകടം നടന്നതിനെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ? ഇല്ല, ഇപ്പോൾ ഇന്ന് വൈകുന്നേരമൊക്കെ ആയിട്ട് രാത്രി 11 ആകുമ്പോഴാണ് അറിഞ്ഞത്. ഞങ്ങൾ അവിടുന്ന് ഫോൺ മുഖേന അറിഞ്ഞു. അങ്ങനെ പിന്നെ ജസ്റ്റ് എങ്ങനെയെന്ന് പറഞ്ഞാൽ പിന്നെ കുടുംബക്കാരൊക്കെ കുറേ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ, അവരൊക്കെ വിളിച്ച് പറഞ്ഞു. വാട്സപ്പിലും അങ്ങനെയൊക്കെയാണ് അറിഞ്ഞത്. ഈ 3 മക്കളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് നേരത്തെ? ജലീലിന് 7 മക്കളാണുള്ളത്. വലിയ 3 മക്കൾ പഠനാവശ്യാർത്ഥം നാട്ടിലായിരുന്നു. മറ്റ് 4 മക്കളും ഉമ്മയും കൂടി ഒരു 1.5 മാസം മുമ്പ് ജലീലിന്റെ കൂടെ പോയതാണ്. ജിദ്ദയിലാണ് ഒരു സ്ഥിരതാമസം. ഇതിപ്പോൾ മദീന വിസിറ്റിങ്ങിന് വേണ്ടി പോയതായിരുന്നു. തിരിച്ചു വരുമ്പോഴാണ് അപകടം സംഭവിച്ചത്. അബ്ദുൽ ജലീൽ ഏറെ നാളായിട്ട് അവിടെ തന്നെയായിരുന്നു. അബ്ദുൽ ജലീൽ ഏറെ നാളെ ഇടയ്ക്ക് വരും പോവും. അവന് ചൈനയിൽ പർച്ചേസിങ്ങിന് പോകും. ചൈനയിൽ തിരിച്ചു വരുമ്പോൾ ജസ്റ്റ് നാട്ടിൽ വന്ന് 2 ആഴ്ചക്ക് നിന്ന് പോവും. അങ്ങനെ വളരെ ആക്റ്റീവായ, സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് വളർന്നു വന്ന ഒരാളാണ് ജലീൽ എന്ന് പറഞ്ഞാൽ. വേറെ പിന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് വന്നത് എപ്പോഴായിരുന്നു? ഒരു 1.5 മാസം മുമ്പ്. SKN 1.5 മാസം മുമ്പാണ് അബ്ദുൽ ജലീൽ ഇവിടെ വന്ന് പോയിട്ടുള്ളത്. ആരും പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ദുരന്തമാണ് ഈ കുടുംബത്തിന് സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഒരു കുട്ടി മരിച്ചു, ഉമ്മയും ഭാര്യയും മരിച്ചു. ഒരു 3 മക്കൾ ഇപ്പോൾ ആശുപത്രിയിലാണ്. മറ്റു 3 പേരും സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള സംഘമാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത്. ഇവരവിടെ എത്തിയതിനു ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക. ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ തന്നെ ആയിരിക്കുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.